Toi c'est amour, toi c'est une voix, toi c'est tes yeux, et c'est ma joie. Sajna, Sajna, oh Yadna. It starts with all I know. So unreal. മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി ഇപ്പോളെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നേ സംഗ്രാമോട സ്തുതി പാടിടുന്നേ നാഥോടെ സ്തുതി പാടിടുന്നേ അന്ത്യം വരെ കാവൽ ചെയ്തിടുവാനന്ദി ശക്തി നീയേ നാഥ അന്തികേയുള്ളവാനൽ ശക്തി നീയേ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആദ്യം പോലും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. എന്നോടൊന്ന് രാജ്യശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്റെ വലിയ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴെപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് അപേക്ഷിക്കണമേ. ദൈവമായ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിവാഹത്തിന്റെ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് നിന്നെ ആശ്രയിക്കപ്പെട്ടിരിക്കുന്ന ഈ മണവാളനുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഇവൻ ജനിച്ച നാളും വരുന്നവരെയും അവിടുത്തെ കരുണയും അവിടുത്തെ കൃപയും കൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ക്രമീകരിച്ചു കൊടുത്ത് ഈ ദിവസം വരെയും നിന്റെ മകനെ കാത്തു പരിപാലിച്ച് വഴികൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ സന്തോഷത്തിന്റെ ദിവസത്തിലേക്ക് നിന്റെ മകനെ അവിടുന്ന് ആക്കിയതിനാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അവനേകനായിരിക്കുന്ന നല്ലതെന്ന് കണ്ടിട്ട് അവൻ തക്കതായ കൃപയെ കാണിക്കുകയും കർത്താവെ അവരുടെ വിവാഹം നിശ്ചയം നടത്തി ഇന്ന് വിവാഹത്തിനായി തീരുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുകയും ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം. വിവാഹത്തിന്റെ വിവാഹ ശുശ്രൂഷയ്ക്ക് കാർമ്മികനായി അവിടെ നിന്നുണ്ടായിരിക്കണമേ. നിന്റെ മക്കളെ തമ്മിൽ യോജിപ്പിക്കണമേ. പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ ഐക്യതയുള്ള കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് പ്രവേശിക്കുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ആ ഭവനത്തിൽ നിന്ന് ഇല്ലായ്മകളെ നീക്കിക്കളയുകയും ചെയ്ത കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കണമേ. നിന്റെ മക്കൾ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവാഹ സദ്യയും വിവാഹത്തിന്റെ അനന്തര പരിപാടികളെല്ലാം അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ കുടുംബജീവിതവും ധന്യമാക്കി കൊടുക്കണമേ. അങ്ങനെ ഐശ്വര്യമുള്ള ജീവിതം നയിച്ച് നിന്നെ മഹത്വപ്പെടുത്തുന്നത് കണ്ട് കുഞ്ഞുങ്ങളുടെ ശുഭഭാവി കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്ക് കൃപ കൊടുക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിൽ ഉദിച്ചോരേകസുതൻ
പക്കലപേക്ഷയാണ് യേശു കുരിശും നിൻ മാതൃജനത്തിൽ അടികളെയും നിൻ കോപത്തിൽ മടികളെയും അയച്ചീടെ ഒരു പോലിങ്ങും മാർത്തോമാശ്ലീഹാവുണ്ട് മേലും ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയുമായി പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേകദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും കർത്താവേ ഇനി ശരണപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് വിവാഹത്തിന്റെ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് നിന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഈ മണവാളിനോടുകൂടിയും മണവാട്ടിയോടുകൂടിയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. Hold me close. I know you can, you did it once before. You stay in our world. We never meant to leave, we needed more. So replay. I'm waking up, we're soon a dream. Just say the word, I'll fall. I know that you can light the flame. 'Cause all this time I still feel the same. Just say you'll be mine and I will follow.
കൂദാശയിൽ സംബന്ധിക്കുവാനായി പരിശുദ്ധവും പരിപാവനവുമായ സെന്റ് തോമസ് വലിയ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് മുഴുവൻ ആളുകളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഈ മദ്ബഹ മുമ്പാകെ നിൽക്കുന്ന ഈ മണവാളനും മണവാട്ടിക്കും വേണ്ടി അവരുടെ അനുഗ്രഹമായ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളേവരും ആത്മാർത്ഥമായി സ്വർഗത്തിൽ നിന്നെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭ്യമാകുവാൻ വേണ്ടി പരിശുദ്ധ സഭയായി ക്രമീകരിച്ച് തന്നിട്ടുള്ളതായ വിവാഹ കൂദാശ വഴിയായി ഒന്നായിത്തീരുമ്പോൾ, ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇവരെ സമർപ്പിക്കാം. കൂദാശ ആരംഭിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ആളുകൾ കൂടി നിൽക്കാതെ ഇവിടെ ഇരിക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ക്രമീകരണങ്ങളോട് സഹകരിച്ച് സൗകര്യമായ നിലയിൽ സീറ്റുകളിൽ ഇരുന്ന് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അതിനെ തുടർന്ന് ഇരിക്കേണ്ട സമയത്ത് അനുവാദം തരുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്ത വിശുദ്ധരാജാവേ നിനക്ക് സ്തുതി. പരിശ്രമപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. ഇത് നിരവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാണപ്പം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഇപ്പോഴും എപ്പോഴും നമ്മുടെ സമയത്തും ദൈവകർത്താവിനെ അപേക്ഷിക്കണമേ. ആമേൻ. ഭാവികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും ഞങ്ങളോടേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ അനുഭവാനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ ഞങ്ങളെ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുവാനും നിന്റെ ദൈവം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹം നിറഞ്ഞുകയും സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണ മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെ മാധ്യമനെ പ്രതിപ്പെടുത്തുള്ളവരായ സർവവിശുദ്ധന്മാരെ ഓട്ടത്തിന് അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുവാനാകണമേ. പിതൃപുത്ര പരിശുദ്ധന്മാരുമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുവാനാകണമേ. നിന്റെ കരുണയുടെ വാഗ്ദത്തം പ്രകാരം പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ന്യായമായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. പാപം ചെയ്തു, നിന്റെ മുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു.
അതിന്റെ മനത്തിൽ ജീവിക്കപ്പെടുകയും നിന്നെ വീഴ്ചയ്ക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അനുഭവിച്ചോ പാപങ്ങളുടെ മാതാവിനെ ഗർഭന്ധരിക്കുകയും ചെയ്തു. ദേഷ്യപ്പെട്ടോ നിന്റെ ജ്ഞാനത്തിന്റെ ദിവസങ്ങൾ എന്നെ അറിയിച്ചോ. നിന്റെ സ്വഭാവം നിന്റെ മേൽ കളിക്കണമേ, ഞാൻ അവിടെ പാകപ്പെടും. അതിനാൽ നിന്നെ വൺമയാക്കണമേ, ഒരു സുമനേക്കാൾ ഞാൻ വൺമയാകും. നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ, ക്ഷീണുള്ളതിന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപെടാതെ തന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് തന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളടക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദ രക്ഷ തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകക്കുന്നവനെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അന്തരങ്ങളിലേക്ക് തുറക്കണമേ. എന്റെ വായു നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളിൽ മനസ്സായില്ല, ഹോമബലികൾ നിരപ്പാരതമില്ല. ദൈവത്തിന്റെ ബലികളിൽ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിംഹയോട് ചെയ്യണമേ. പണിയണമേ. അപ്പോൾ നീതി ഒരു ബലികളിലും ഹോമബലികളും ദേഷ്യപ്പെടും. അപ്പോൾ താഴ്ചയായി കയറും. ദൈവമേ, സുഖനിയോഗ്യമാകുമോ പാർക്കുമോ. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ അവിടുത്തെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കുള്ള ഐക്യമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ബാറക്കുമോ
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയമണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിൽ നേരങ്ങളിലും കാലങ്ങളിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലവനെയാവുമോ സദായ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിന് ചരിതനായിരിക്കുന്നവനും സദാനന്ദങ്ങളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവികമായ ദൈവമേ, നീ അനശ്വരമായ വെടുപ്പുള്ള പൂർവ്വനും അനാദ്യന്തമായ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന് ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാതെ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസം കൊണ്ട് ദേവോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ശരിപ്പെടുത്തുകയും മഹത്വ വസ്ത്രത്തെ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തുകയും അതിനെ നിനക്ക് പരിവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയെ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ദേവരമായ ശരീരങ്ങൾ അതിന് മോചനമായിട്ട് വെടുപ്പോടെ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് അതിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നൽകാൻ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ക്രമമായ നീ പൂർണ്ണമാകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്ന മോചനത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോചനത്തെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോചനത്തെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ ശുദ്ധമായി ചെയ്യുവാൻ സകലിയാക്കുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോചനത്തെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളിനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, വീണ്ടും വിവാഹം സകല മാറ്റങ്ങളിൽ നിന്നും മലയാറ്റതുകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിനും ബലത്തിനും അഭംഗമായി നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഉടവയുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിലവരെ അലങ്കരിക്കുകയും ഈർമാരും മാലാഹമാരും ഇടപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന അസ്വർഗീയ മണവറിയിലേക്ക് കരുണയോടെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും
പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്നോട് വിടാൻ തന്നെ എന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്കായി വാദനിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വാദനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥരായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസന് സുഹൃത നടപടികളാകുന്ന ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരവും ഇവരിലുണ്ടാകുമാറാകണം. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. കരുണയോടെ നിങ്ങളിലേക്ക് കെട്ടുപിടിക്കുകയും നിന്റെ വിവാഹത്തോടെ അവിടുത്തെ ലഭിക്കുകയും ചെയ്യുമാറട്ടെ. ആയുഷ്കാലം നിന്നെ കാത്തുകയും ചെയ്യുമാറാ
അദൃശ്യമായി നിങ്ങളിലേക്ക് നീണ്ടുപിടിക്കുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പോലെ ഈ വന്യപിതാവിന്റെ കൈകളിൽ നിന്ന് നിന്നെ വാഗ്ദാനമായി മോദനം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രന്റെ പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ വിശുദ്ധ സഭയുടെ സന്തോഷത്തിൽ നിന്ന് അഭിഷേകം പോലെ പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിൽ രീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളുടെ കൂടെ സ്വർഗീയ അനുഗ്രഹങ്ങളോട് നൽകുകയും പരിപാടിയാകാരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹം ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോദനം കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളത്തിന്റെ രക്ഷയാൽ അനുദരിക്കുകയും മണവാട്ടിയെ ശാശ്വതവും ലക്ഷ്യമായി മനോഹരഭൂഷണങ്ങളാൽ അനുദരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിന മുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വ്യക്തികളായ സ്വഭാവം വളർച്ചയും കൊണ്ടുപോകാൻ ദൈവമായ കർത്താവ് സന്ധിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പനായ സ്നേഹാഗ്നികളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭനങ്ങളായ ശുശ്രൂഷ പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സന്ധിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബാറുക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനനും പാപികളുമാകുന്ന ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ് ആരംഭിക്കാനായിട്ടുള്ളത്. തരുണും ജ്യോതിയും ദൈവത്താൽ സംയോജിപ്പിക്കപ്പെടുന്ന അനുഗ്രഹീത മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവിക കർമ്മമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതായ ബോധ്യത്തോടെ ദൈവകരങ്ങളാൽ പരിശുദ്ധമായ ഒരു കൂദാശ വഴിയായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ഈ കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ, അതിനെ രൂപീകരിക്കുമ്പോൾ എന്നും നിങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കണം. അതിന് ദൈവത്തോടുള്ള വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നിങ്ങളൊക്കെ കടപ്പെട്ടവരാണ്. അതിനാണ് നമുക്ക് പ്രാർത്ഥനകളും
കൂദാശകളും ആരാധനയുമൊക്കെ വിശുദ്ധ കുർബാനയുമൊക്കെ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ദൈവദർശനത്തിൽ ശ്രേഷ്ഠരായി ജീവിക്കുന്നവർക്ക് മാത്രമേ കുടുംബജീവിതത്തിൽ ശോഭിക്കുവാനും കുടുംബജീവിതത്തെ അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും സാധിക്കുകയുള്ളൂ. ജീവിതമാകുമ്പോൾ എന്നും സന്തോഷം കാണണമെന്നില്ല. തിരുവചനമെടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ കർത്താവ് എത്രമാത്രം പ്രതിസന്ധികളിൽ കൂടെ പോയവനാണ്. തൻ്റെ സ്ത്രീഹന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയായിരുന്നു. വലിയ പരീക്ഷണങ്ങളിൽ കൂടെയും വെല്ലുവിളികളിൽ കൂടെയും നടന്ന് നീങ്ങിയവനായിരുന്നു കർത്താവും തൻ്റെ സ്ത്രീഹന്മാരും. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തികളെയും എടുത്ത് നോക്കിയാൽ അവരൊക്കെ ആത്യന്തികമായ വിജയം കൈവരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ടുള്ളതായ ശക്തി ആർജിച്ചെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷവും സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സമ്മിശ്രമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൻ്റെ മധ്യത്തിൽ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വരുന്ന സാഹചര്യങ്ങളെ നല്ല മനോഭാവത്തോടുകൂടെ സമീപിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഭംഗിയും അതിൻ്റെ അലങ്കാരവും ഒക്കെ മനസ്സിലാക്കി സന്തോഷകരമായിട്ട് കുടുംബജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കൃഷിയെല്ലാം, നല്ലൊരു കർഷകനാണ് ആ ചെറുപ്പക്കാരൻ, എൻ്റെ കൃഷിയെല്ലാം മഴ പെയ്ത് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയാണ് എല്ലാ രീതിയിലും. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉപദേശം നൽകണമെന്ന് ഈ ഗുരുവിനോട് ഈ ചെറുപ്പക്കാരൻ ഉപദേശം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിനക്ക് ഉപദേശം തരുവാനായിട്ടൊന്നുമില്ല. വരുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നേരിടുവാനായിട്ടുള്ളതായ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ആവശ്യമായ കാര്യം. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രതികൂലതകളെയും എങ്ങനെ നേരിടണം എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ തളർത്താതെ അത് തകർന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. വിത്ത് വിതയ്ക്കുന്ന കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ വിതച്ചു കഴിയുമ്പോൾ നല്ല മഴ കിട്ടണമെന്നാണ്. എന്നാൽ വിള കൊയ്ത് വരമ്പത്ത് വെച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മഴ പെയ്യരുത് എന്നാണ് ചിന്ത. അതുകൊണ്ട് മഴ പെയ്താൽ ഒന്നാമന് നല്ല കാലവും രണ്ടാമന് വിനാശവുമാണ്. അതുകൊണ്ട് കാലങ്ങൾ പലതും കടന്നു വരാം. നല്ലൊരു കാലം എന്ന് പറയുന്നതിനായിട്ട് നമുക്കൊന്നുമില്ല. വേനൽക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, മഴക്കാലമുണ്ട്. എന്നാൽ ഈ കാലങ്ങളിലൊക്കെ വരുന്ന സാഹചര്യങ്ങൾ വളരെ യുക്തിയോടുകൂടെ ഭംഗിയായിട്ട് നമ്മളെ അതിനെ നേരിടുവാനായിട്ട് അതിനുള്ള സമീപനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുമ്പോഴാണ് അത് നല്ല കാലമായി തീരുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും ഓരോ പ്രശ്നങ്ങളും ഓരോരോ നന്മകളുമുണ്ട്. അപ്പോൾ കാലങ്ങളെല്ലാം നന്മകളും പോരായ്മകളും നിറഞ്ഞതാണെങ്കിലും അതിനെ നേരിടുന്ന മനോഭാവം ഇതുപോലെയാണ് കുടുംബജീവിതം. ജീവിതമാകുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരാം, സന്തോഷം കടന്നു വരാം. എന്നും ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും സന്തോഷമായിരിക്കുകയില്ല. അതിനോടുള്ള അപ്രോച്ച്, അതിനോടുള്ള മനോഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനെ നേരിടുവാനായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് അത് തരുണിന് ജ്യോതിയോടും ജ്യോതിക്ക് തരുണിനോടുമുള്ളതായ മനോഭാവം നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും കുടുംബജീവിതം തകർന്നു പോകുകയില്ല. മനോഭാവം നെഗറ്റീവാണെങ്കിൽ ഞാൻ പറയുന്നത് തന്നെയാണ് എല്ലാം നല്ലത് എന്നുള്ള ചിന്തയോടുകൂടെ ജ്യോതി പറയുന്നത് തരുണിന് നെഗറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരിക്കൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. പോസിറ്റീവായിട്ട് എടുക്കാനായിട്ടും കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ, ആ കറക്റ്റ് ചെയ്യേണ്ട സന്ദർഭത്തിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു മുറിക്കകത്ത് കയറി അത് പറഞ്ഞുകൊടുത്ത തിരുത്തി നല്ല മനോഭാവത്തോടുകൂടെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ ഭംഗിയും അതിൻ്റെ അലങ്കാരവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് കഴിയും. കർത്താവ് ഇടർച്ച ഉണ്ടാക്കിയവനായിരുന്നില്ല. കരം കൊടുക്കുവാനായിട്ട് കൈസറിന് കരം കൊടുക്കുവാനായിട്ടുള്ള സന്ദർഭം വന്നപ്പോൾ ഒരു മത്സ്യത്തെ പിടിച്ച് അതിൻ്റെ വായിൽ നിന്നും എസ്തീറ എടുത്ത് കൈസർക്ക് കൊടുക്കുവാനായിട്ട് പറഞ്ഞു. അവിടെ ഇടർച്ച ഉണ്ടാക്കുവാനായിട്ടല്ല കുടുംബജീവിതം.
ഒരു ചെറിയ കാര്യം മതി അടർച്ച ഉണ്ടാകുന്നത്. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന മക്കൾക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് കുടുംബജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് കഴിയും. നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച് നല്ല വിദ്യാഭ്യാസം ലഭിച്ച്, തരുണാണെങ്കിൽ MBA ഒക്കെ പാസ്സായി അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു, ജ്യോതിയാണെങ്കിൽ BDS പാസ്സായി ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ എത്രമാത്രം ശ്രേഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടെ, നിങ്ങളുടെ ജോലിയിൽ കൂടെ, നിങ്ങളുടെ ഇടപെടലിൽ കൂടെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് കഴിയണം. അതിൽ കൂടെയാണ് നല്ല മനോഭാവത്തെ സൃഷ്ടിച്ച് ദൈവകരങ്ങളിൽ സുരക്ഷിതരായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തരുണ് ഇപ്പോൾ നല്ല വീഴ്ചയൊക്കെ വളർത്തി വലിയ ആളായി. ഞാനിവിടെ അച്ഛനായിട്ടിരിക്കുമ്പോൾ KSAക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ചാറ്റ് ചെയ്തിട്ട് ചോദിച്ചു, എന്നെ അറിയാമോ തരുമോ? എനിക്ക് ഇപ്പോഴും ആ മുഖം മറന്നിട്ടില്ല. നല്ല എനർജറ്റിക്കായിട്ട് നല്ല പ്രവർത്തിക്കുന്ന ഒരു പറ്റം. ഞാനിവിടെ അച്ഛനായിട്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കൊച്ചുമോനച്ഛൻ ശമാശനായിരുന്നു. ഒരുപാട് നല്ല ചെറുപ്പക്കാർ വാസ്തവത്തിൽ ഈ ദേവാലയത്തിലെ ഇടവകയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നല്ല ഊർജ്ജസ്വലരായിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ, അവരുടെ ഇനിഷ്യേറ്റീവായിട്ട് വാസ്തവത്തിൽ എനിക്ക് വലിയൊരു മുതൽക്കൂട്ട് എനിക്ക് കിട്ടിയത് ഊർജ്ജം അതായിരുന്നു. മണമലയത്ത് കുടുംബവും കുന്നിരിക്കൽ കുടുംബവും സംയോജിപ്പിക്കപ്പെടുന്ന വലിയ അനുഗ്രഹീതമായ സന്ദർഭം. നിങ്ങൾക്കെല്ലാ നന്മകളും നൽകട്ടെ. പ്രസാദ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ ഈ കാര്യം പറയുന്നു. പ്രസാദിൻ്റെ അനന്തരവൻ കൂടെയാണ് തരുൺ. ഏറെ സ്നേഹിക്കുന്ന പ്രസാദ്, അതുപോലെ തന്നെ ജ്ഞാനേക്കൻ കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയമോനുമൊക്കെ ഞങ്ങളൊക്കെ ഏറെ അടുത്ത് പ്രവർത്തിക്കുന്നവരും സ്നേഹിക്കുന്ന വ്യക്തിത്വമൊക്കെയാണ്. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ ബാഹ്യമായ ശക്തികൾ പ്രവേശിക്കാതെ നിങ്ങളുടെ മാതാപിതാക്കളെ നല്ലതുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. കാരണം നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അവരെടുത്തതായ സാക്രിഫൈസ് അതൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തരുണും ഡോക്ടർ ജ്യോതിക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇവിടെ കടന്നു വന്നിരിക്കുന്ന വന്നിയ ഓർപ്പിസ്കോപ്പ വൈ മുളമൊട്ടിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠയുടെ പേരിലും നേർന്നുകൊണ്ട് കിരീടം വാഴ്ത്തിവെക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സ്വർഗം തുറന്ന് ഇവരുടെ മേൽ ദൈവമാണ് കിരീടം ആശീർവദിച്ചു വെക്കുന്നത്. ദൃശ്യനായ മേൽപ്പട്ടക്കാരൻ വഴിയായിട്ട് ഈ കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവരിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവിക ശബ്ദം ഇവരുടെ കർണങ്ങളിൽ ചെവികളിൽ പതിഞ്ഞ് കേൾക്കുവാൻ തക്കവണ്ണം ഇവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ വാഴ്ത്തപ്പെടുന്ന വാടാത്തതായ കിരീടം എന്നും ഇവരുടെ ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ അനുമോദനങ്ങളും എല്ലാവരുടെയും പേരിൽ അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ കിരീടവാഴിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനുഗ്രഹങ്ങളും കരുണയും രണ്ടിലോടത്തേക്കും ശ്രീപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ വിരുന്നിന് വഴിവില്ലാത്ത മണമറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ.
നിന്റെ നഗരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷങ്ങളോടും ഉല്ലാസങ്ങളോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പൂഴ്ചയും മാഞ്ഞുപോകാത്തതായ നല്ല ഉന്നതയും സദാ നേരത്തിനും വിടപെടാതെ കരയറ്റുവാനോട് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മലങ്ങമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തിരികെ ആരാധന അടയ്ക്കുന്ന അത്യന്ത്യവചനവും തന്റെ വിപുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ ധന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീട നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സർവ്വതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ മല്ലപുത്രത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളും ഞങ്ങളുടെ ആയുഷ്കാലം
സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അന്തിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ ഫലപ്രപിച്ച് ചിതരപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദൈവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളവ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർക്കന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാശ്രയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുമാനം ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടിരക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മുദ്രിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്നെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമന മനുഷ്യ പ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ സുന്ദരി സുന്ദരി മെൻപുലൻ
വെള്ളത്തെ മേൽത്തരവിഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ പരിമളധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയിന്റെ നിറഞ്ഞതായ അവിടുത്തെ വലത്തുകയും ഈ നിന്റെ മക്കളുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവഴികളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരെ നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോസ്റ്റ് ഓഫ് കുലിസ്മാൻ ലോൽമീ. പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശീഹാ സഭയുടെ തലയും ശരീരത്തിന്റെ ക്ഷാമാപ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശീഹായ്ക്ക് ചെയ്യപ്പെട്ടവരാലും തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടേണം. ഭർത്താക്കന്മാരെ മശീഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ എണ്ണയുള്ളതാക്കി. ഇത് അവളെ കരയാച്ചോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കലങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം സ്നേഹിക്കുന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആമീനായി ബാറക്മോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ ദൈവത്തിന്റെ ജീവനുള്ള ജനമാണ് അറിയിപ്പിനെ നാം കേൾക്കണം. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന്
അവരിരുവരും ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാവരും ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ ദൈവത്തോടെങ്ങനെയെങ്കിലും മോചനപത്രം കൊടുത്തോടെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം എങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവനെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ മാർഗം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തനല്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിഗ്രഹപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആസ്വദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അജീയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ.
മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയമണവാളനായ മിശിഹ യഥാർത്ഥമായി തന്നെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിട്ടെ. മിശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതയുമെന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന് ആകൽക്കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ.
നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് പലവിനും ഭൂമിയിൽ പാതിരിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിൽ പ്രധാനാചാര്യന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വെച്ചപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും പാപിനിയോടുള്ള പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗ്ഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയും പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കട്ടെ. വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഇവിടെ സത്യത്തിലും രീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിലും ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരിണയിപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവരുടെയും ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നതിന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തതിന് മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഈ സമയം മുതൽ നാം നിങ്ങളെ പരസ്പരം പ്രമേൽപ്പിക്കുന്നു.
നമുക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. പ്രമാണവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും നാം കുറ്റമറ്റവരായിരിക്കും. ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധമറിയാമിന്റെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവേ ശിരസിയുടെ വലത്തുകയും എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകെ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നല്ലനായിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സുപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ പോലെ ഭൂമിയുമാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വേണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വമുമ്പിൽ പിതാവ് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തുള്ളവനും തന്നാസലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിശുദ്ധകാലം ഇറങ്ങി വിശുദ്ധമായ ദൈവമാതാവിൽ നിന്നും ശരീരയാക്കി വരുന്നത് മനുഷ്യനായ പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷാനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മതത്തോടെയും വിധിമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജയിപ്പിക്കുന്ന കർത്താവും പിതാവ് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബേന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിമുള്ള റൂഹായിലും കാതലികവും സ്നേഹികവുമായ ഏക വിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോർ സമൻകാലസ് കുറിയലായി സ്തുതിയുടെ രാജമകൾ മലമൈ രാജഭാമിനിയാം നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ നിൻ ജനമോർക്കായി പിതൃഗ്രഹവും പാരിക്കുലം വാദമുൽവോലം ഉൽമീനുതിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാതൻ പക്കലപേക്ഷയാണ് കേവലം സ്തോമൻ കാലസ്കുരിയേലായി തീരണമേ അവരുടെ യാചനകൾ കോട്ടയതാകട്ടെ ബാധിക്കുമോ ദൈവസുതൻ ജനനെ കന്യക മറിയാമേ നോയാ മുഴുവനും പരിമളമേകുന്നു മൊറിയോറാകെ മേലെയോ ഞങ്ങളിൽ ആഗ്രത തോന്നിയിട ഏകാത്മജനോടാത്തിടമേ വളരുമവൻ ലബനോൻ കാരകൻ പോൽ അവർ തളരിട്ടു തഴച്ചിടുമേ
വർദ്ധിക്കും അവർ ദുഷ്ടി പുഷ്ടികളും പാറിക്കുമോ പുനരുദ്ധാനത്തിനെ വടികളെയും ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരോധനഭ്രമേണ്ട കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ കന്യമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദൈവം തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ വിവാഹ കൂദാശ അനുഗ്രഹമായി ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമേ തന്നെ വിവാഹ കൂദാശയിൽ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ച് വളരെ അച്ചടക്കത്തോടുകൂടി ദേവാലയത്തിലായിരുന്ന മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വിവാഹത്തിൽ നാം ഓരോരുത്തരും പങ്കെടുക്കുന്നത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയിലെ ഒരു മകനും മകളും തമ്മിൽ മണിമലയത്ത് തരുണും കുന്നിരിക്കൽ ഡോക്ടർ ജ്യോതിയും തമ്മിലുള്ളതായ വിവാഹം അനുഗ്രഹീതമായി ഈ ദേവാലയത്തിൽ നടത്തപ്പെട്ടപ്പോൾ ഒരേ ഇടവകയിലെ തന്നെ മക്കൾ തമ്മിൽ ഒരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഇടവകയിലെ മുഴുവൻ ആളുകളുടെയും പേരിൽ എല്ലാ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഒരിക്കൽ കൂടി ഈ മക്കൾക്ക് നേരുകയാണ്. അവരുടെ മാതാപിതാക്കളെ പ്രത്യേകമായി സ്മരിക്കുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹകരമായ കുടുംബജീവിതം ദൈവം ചെറിയ നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
മണവാളൻ്റെയും മണവാട്ടിയുടെയും അമ്മച്ചന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മണവാളിനെ മണം കോർത്താൽ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. മണവാളിനെ മണം കോർത്താൽ പിടിച്ചിരിക്കുന്നത് കേട്ടില്ല. എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും ചോദിച്ചിട്ട് നിങ്ങളാരും കേട്ടില്ല. അതുകൊണ്ട് മൂന്നാം തമാശനാണ് ഞാൻ എല്ലാവരോടും കൂടി ചോദിക്കുന്നു, മണവാളിനെ മണർക്കോലത്തെ പിടിച്ചിരുത്തട്ടെ. കേട്ടു. മണവാട്ടിയെ മണർകോലത്തിൽ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. മണവാട്ടിയെ മണർകോലത്തിൽ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. മണവാട്ടി ജ്യോതിയെ മണർകോലത്തിൽ പിടിച്ചിരുത്തട്ടെ. കേട്ടു. അടുത്ത ചടങ്ങ് മണവാളനും മണവാട്ടിക്കും വാഴ്വ് പിടിക്കുന്ന ചടങ്ങാണ്.
പാലുമഴ കൊടുക്കട്ടെ. കേട്ടില്ല. ജ്യോതിമോൾക്ക് തലമുറന്ന് പാലുമഴ കൊടുക്കട്ടെ. കേട്ടില്ല. ഇത് മോൾക്കും മോനും പാലുമഴ കൊടുക്കട്ടെ. കേട്ടു. വിശേഷങ്ങൾ ചൊല്ലുക മധുരങ്ങൾ ചൊല്ലുക. താങ്ക് യു. മണവാട്ടിക്ക് കച്ചറയുടെ കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ അവകാശം ചോദിച്ചത് കേട്ടില്ലേ മണവാട്ടിക്ക് കച്ചറയുടെ കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ അമ്മച്ചി ചോദിച്ചത് കേട്ടില്ലേ മണവാട്ടി ചോദിക്കും കച്ചറയുടെ കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലേ അമ്മച്ചി ചോദിച്ചത് കേട്ടല്ലോ.
face, easy to forget. That washed away the shit we said. Maybe it's normal, maybe it's not. What we go to war for, when does it stop? Over our heads, can't forget. We blame the ways for the way that we keep going under. Straight to the bottom, we're anchored together, no wonder. So why even bother? Don't fight it, it just pulls us farther. No need to lie, just look me in the eye. Are we dead in the water? Are we dead in the water? ജ്യോതിയുടെ അമ്മാച്ചന് വഴിപോലെ കൊടുക്കട്ടെ. കേട്ടില്ല. ജ്യോതിയുടെ അമ്മാച്ചന് വഴിപോലെ കൊടുക്കട്ടെ. കേട്ടില്ല. ജ്യോതിയുടെ അമ്മാച്ചന് വഴിപോലെ കൊടുക്കട്ടെ. കേട്ടു. തരുണിന്റെ അമ്മാച്ചനിൽ നിന്നും വഴിപോകല വാങ്ങിക്കട്ടെ. കേട്ടില്ല. തരുണിന്റെ അമ്മാച്ചനിൽ നിന്നും വഴിപോകല വാങ്ങിക്കട്ടെ. കേട്ടില്ല. തരുണിന്റെ അമ്മാച്ചനിൽ നിന്നും വഴിപോകല വാങ്ങിക്കട്ടെ. കേട്ടു. അവനൊരു ടോസ്റ്റ് കൊടുക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. നേരത്തെ കല്യാണം 26-നായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സമയമുണ്ട്, ടോസ്റ്റൊക്കെ എഴുതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഇനി ഞാൻ 2 ദിവസം മുന്നേ ഒത്തുകല്യാണം, ഇന്നലെ ചന്തൻചാർത്ത്, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് എന്താണോ തന്നച്ചാച്ചിനെ പറ്റി പറയാൻ തോന്നുന്നു ഞാനത് പറയാൻ പോവാം. ആക്ച്വലി തന്നച്ചാച്ചിന് ഞാൻ തമ്മിൽ 7-8 വയസ്സിന് വ്യത്യാസമുണ്ട്. കുഞ്ഞിലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനും തന്നച്ചാച്ചനും ട്യൂഷൻ പഠിക്കാൻ പോകുമായിരുന്നു. എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ട്യൂഷൻ കൊണ്ട് ചേർത്തു. ഇപ്പം 10-ലോ 11-ലോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ വരും. ആ ചെറുക്കനാണ് ഇപ്പോൾ കല്യാണം കഴിച്ച് ഇവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് 2 കാര്യത്തിന് തന്നച്ചാച്ചന് എടുക്കേണ്ടത് സോറി ചോദിക്കണം. സോറി അല്ല, കൺഫെഷനാണ്. ഒന്നാമത്തെ കാര്യം, പണ്ട് കുഞ്ഞിലെ നീ എൻ്റെ സൈക്കിളെ കാല് കെട്ടി എന്ന് പറയും, ഞാൻ കരഞ്ഞ് നിനക്ക് അടി വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം. അത് കള്ളക്കരച്ചില്ലായിരുന്നു, എനിക്ക് വേദനയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. 2ാമത്തെ കാര്യം, ഞാൻ നിന്നെ അച്ചിച്ച വിളിക്കാത്തപ്പോൾ അത് നിനക്കൊരു മോശം, ഇപ്പോഴും ഞാൻ അച്ചാച്ച നല്ല വിളിക്കുന്നത്, തന്നച്ചാച്ചനെ വിളിക്കുമ്പോൾ ഒരു മോശം തോന്നുന്നുണ്ട്. അതിന് 2 കാര്യത്തിലെ കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിനക്കറിയാവോ, തന്നച്ചാച്ചൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു കെട്ട് സാധനം വേറെ ആർക്കും കൊടുത്തില്ലെങ്കിൽ എനിക്ക് തരുമായിരുന്നു. പണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ അവിടുത്തെ ബ്രിഗേഡ് സ്ട്രീറ്റിൽ നിന്നാണെന്നൊക്കെയാണ് പറയുന്നത്. മിക്കവാറും കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ എല്ലാം ബ്രാൻഡഡ് സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്തവണ ജയ്പൂർ അവിടെ പോയപ്പോൾ വന്നപ്പോഴാണെങ്കിൽ എനിക്ക് നല്ലൊരു അവിടുത്തെ രാജാവ് എന്തോ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് സ്കാർഫ്. അത് വെറും പൊളുവാന്ന് അത് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചു, ഇനിയും എനിക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും മുടക്കണ്ട, 2 പേരോട് ചേർന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ജ്യോതി ചേച്ചിയെ പറ്റി പറഞ്ഞു. ഞാൻ ആദ്യം ചേച്ചിയെ കണ്ടപ്പോൾ ഞാനിങ്ങനെ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്, തന്നച്ചാച്ചനൊക്കെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്.
രണ്ടാമത്തെ ചേച്ചി ഭയങ്കര സ്വീറ്റായിട്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ആദ്യം ഇങ്ങനെ പരിചയപ്പെട്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. ലെനിയാൻ്റെ ആണെങ്കിൽ എൻ്റെ അടുക്കെ പറഞ്ഞ് എനിക്ക് പെൺമക്കളില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇപ്പം മിക്കവാറും ഞാൻ ആ വീട്ടിൽ നിന്ന് ഔട്ടാവുന്ന ലക്ഷണമാണ് കാണുന്നത്. നമുക്ക് സാരമില്ല, നമുക്ക് ഇച്ചിരി നാട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തനച്ചാച്ചൻ നല്ലൊരു ബ്രദറായിരുന്നു. എല്ലാ കാര്യത്തിലും എൻ്റെ എക്സാമിന് കൊണ്ടുവിടുന്നത് തൊട്ട് സ്കൂളും കോളേജും എല്ലാം എന്നെ അവിടെ എവിടെയും ഡ്രോപ്പ് ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം തനച്ചാച്ചനായിരുന്നു. ഒത്തിരി താങ്ക് യു ഉണ്ടടാ അച്ഛൻ. പിന്നെ feel you with me, can hear your voice, a sound in my heart, euphoric noise. I hear your voice in every second, you drift away in every memory we ever made. I know they'll never fade. I don't know when we'll meet again. I don't know when we'll meet again. Meet again, meet again. I don't know when we'll meet again. I don't know when we'll meet The river goes on, the sun descends, but we made the promise that we'll meet again. I know they'll never fade. I don't know when we'll meet again. I don't know when we'll meet again. Meet again, meet again. I don't know when we'll meet again. I don't know when we'll meet Thought I saw you at our bar last night. Hid in the bathroom, I just couldn't say hi. 'Cause I took so much time to reset my life, but in just one look, I'm back. Forget that I could have anyone I like, but now all I remember is what we had. Nobody compares to you. Somebody, please help me get over you. 'Cause it feels like I've been wasting my time in all the wrong places, on all the wrong faces. Nobody compares to you. Ooh, nobody compares to you. Ooh, nobody compares to you.
somebody, please help me get over you. 'Cause it feels like I've been wasting my time in all the wrong places, on all the wrong faces. Nobody compares to you. Ooh, nobody compares to you. Ooh, nobody compares to you. And I won't let go. I hope you can hear this, 'cause it's your face that I miss, your lips I wanna kiss. Nobody, nobody, nobody compares to you. Somebody, somebody, please help me get over you. 'Cause it feels like I've been wasting my time in all the wrong places, on all the wrong faces. Nobody compares to you. Wake up, man, I hate the front door. Tell myself go out more, end up in the same bed lonely. Feels like every day is wasted, like I'm on a wait list for someone who really know me. I don't know where you're from, I don't care if it's real. 'Cause I like the way you talk, the way you feel. Automatic, sure you feel like magic. Cinematic, and I gotta have it, sure you feel like magic. God, I love the way you talk, the way you feel, baby. I've been driving with the brakes on, taking all the turns wrong, but if it brought me here